മനുഷ്യന്മാരായിട്ടുള്ള പാമ്പിനെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും കാണുന്നത് കുറച്ച് കാലത്തിന് മുമ്പാണ്. അതായത് ഞാനും ഒരു ഫ്രണ്ടും നല്ല ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ടാന്നങ്ങനെ പറയാനൊന്നും പറ്റില്ല, ഞാൻ നല്ലൊരു ഫ്രണ്ട് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവളടുത്ത് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യും. ഞങ്ങൾ പഠിക്കേണ്ടതൊക്കെ ഒരുമിച്ചാണ്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാ കാര്യം ഷെയർ ചെയ്യും. അവൾ എൻ്റെ അടുത്ത് അങ്ങനെ ഷെയർ ചെയ്യൽ കുറവാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ എല്ലാ കാര്യം ഷെയർ ചെയ്യും. നമുക്കറിയില്ല ഇതിപ്പോൾ ഒരു പാമ്പാണെന്ന്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 5ാം ക്ലാസ്സിലേക്ക് എത്തി. 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, കുറച്ച് മോശമായ രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് ഘട്ടങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇവളടുത്ത് പറഞ്ഞു, എടി ഇങ്ങനെയൊക്കെ ഒരാളിങ്ങനെ പറയുന്നുണ്ട് അത്രേ, ആരാന്നറിയില്ല, ആരാന്നാവൂലേ പറഞ്ഞു. ആടി ഞാനും കേട്ടു, ആരെങ്ങനെയൊക്കെ പറയണമെന്നാവൂലേന്ന്. മൂപ്പര് ഭയങ്കര അഭിനയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഫ്രണ്ട് വഴി ഇവളാണ് ഇങ്ങനെ പറഞ്ഞ് നടക്കണതെന്നൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ലടി ഞാനങ്ങനെ പറഞ്ഞ് നടക്കുമോ, എനിക്കത് തോന്നുന്നുണ്ട് ഞാനങ്ങനെ പറയും. ഞാൻ പൊട്ടത്തി വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കെ ഇതന്നെ പല കുട്ടികളും വഴി എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉമ്മയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചോദിക്കണം, നല്ല ഇഷ്യൂ ആക്കണം, നല്ല ആഗ്രഹം ഉണ്ടാവും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ഇന്നെ പറ്റി മോശം പറഞ്ഞൊക്കെ അത് ചോദിക്കണം, ഞാൻ അങ്ങനത്തെ ഒരു ടീമാണ്. അപ്പോൾ തന്നെ എൻ്റെ ഉമ്മ പറഞ്ഞു, ഒന്നിനും പോകണ്ട, നമുക്കറിയാലോ, എനിക്ക് എന്നെ അറിയാം, പഠിച്ചവനറിയാമല്ലോ, പിന്നെ നിങ്ങൾ പറയുന്നത്. അങ്ങനെ ആ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇപ്പം മിണ്ടലൊന്നുമില്ല. ഓളിഞ്ഞിപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ഒക്കെ ആക്കുന്നുണ്ട് 2 ദിവസം മുന്നേ. അപ്പോൾ ഈ കഥയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. കുറേ പാമ്പുകളുണ്ട് ലൈഫിൽ, അത് ഒരു പാമ്പിൻ്റെ കഥയാണ് ഇപ്പോൾ ഇത്.